ജർമ്മനിയുടെ യുവതാരം ജമാൽ മുസിയാലയ്ക്ക് എന്താണ് പറ്റിയത്? എന്താണ് ആബ്സെൻസ് സീഷർ? നമുക്ക് വിശദമായി പരിശോധിക്കാം. നാല് ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ബയൺ മ്യൂണിക്കിന്റെ മുസിയാല ഗ്രൗണ്ടിൽ ബോധരഹിതനായി വീണത്. ഹൈഡൻഫൈമിനെതിരായ ബയൺ മ്യൂണിക്കിന്റെ പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ രണ്ടാം പകുതിയിൽ പകരക്കാരനായി ഇറങ്ങിയ മുസിയാല വീണ്ടും വീണതോടെ ഫുട്ബോൾ ലോകത്ത് ചർച്ചകൾ ആരംഭിച്ചു. RB ലെപ്സിഗിനെതിരായ മത്സരത്തിലും സമാനമായ രീതിയിൽ മുസിയാല ഗ്രൗണ്ടിൽ വീണിരുന്നു. നാഡീവ്യൂഹ സംബന്ധമായ അഥവാ ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻ കാരണമുണ്ടാകുന്ന അവസ്ഥയാണ് മുസിയാലയുടേത്. പെട്ടെന്നുള്ള ബോധക്ഷയം, ആബ്സെൻസ് സീഷേഴ്സ് എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുന്നത്. ഗുരുതരമായ രോഗാവസ്ഥയല്ലെങ്കിലും ഒരു സ്പോർട്സ് താരത്തെ സംബന്ധിച്ച് കരിയറിനെ ബാധിക്കാവുന്ന ഒന്നുമാണ് ആബ്സെൻസ് സീഷേഴ്സ്. ജമാൽ വളരെ പ്രയാസമേറിയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ജമാലിന് പൂർണ്ണ പിന്തുണ നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് ഇംഗ്ലണ്ട് ക്യാപ്റ്റനും ബയൺ മ്യൂണിക്കിൽ മുസിയാലയുടെ സഹതാരവുമായ ഹാരി കെയ്ൻ പറയുന്നു. എല്ലാവരും നേരിടാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. എന്നാൽ മുമ്പ് ഇത് വിജയകരമായി കൈകാര്യം ചെയ്ത ആളുകളുമുണ്ട്. ഈ അവസ്ഥ മറികടക്കാൻ അവൻ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്നും കെയ്ൻ BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ അമേരിക്കൻ ലോകകപ്പിന് മുമ്പ് തന്നെ മുസിയാല ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നുവെന്ന് ബയൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്ര ഗുരുതരമായ സാഹചര്യമായിരുന്നില്ല. മരുന്നുകൾ നേരത്തെ തന്നെ മുസിയാല കഴിക്കുന്നുണ്ട്. എന്നാൽ ലീപ്സിഗിനെതിരെ ഗ്രൗണ്ടിൽ വീണതോടെയാണ് ഇത്രത്തോളം പ്രശ്നമുള്ളതാണെന്ന് മനസ്സിലായതെന്ന് ബയണിൻ്റെ ഓണററി പ്രസിഡന്റ് ഉലി ഹോനസ് വ്യക്തമാക്കി. അതേസമയം ശനിയാഴ്ച ഗ്രൗണ്ടിൽ ബോധരഹിതനായി വീണ താരത്തെ വീണ്ടും അടുത്ത മത്സരത്തിൽ തന്നെ കളിപ്പിച്ചതിനെതിരെ ആരാധകരും വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഹൈഡൻഫൈമിനെതിരായ മത്സരത്തിൽ കളിക്കാനായി മെഡിക്കൽ വിദഗ്ധരുടെ സംഘം അനുമതി നൽകിയിരുന്നുവെന്ന് ബയൺ ഭാരവാഹികൾ പറയുന്നു. എന്തായാലും ഇനി കൂടുതൽ പരിശോധനകൾക്കും വിശ്രമത്തിനും ശേഷം മാത്രമേ മുസിയാലയെ കളിപ്പിക്കൂ. ബയണിലെ താരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണ മുസിയാലയ്ക്കുണ്ടെന്ന് ക്ലബ്ബ് വ്യക്തമാക്കുന്നു. ഇനി എന്താണ് ആബ്സെൻസ് സീഷറുകൾ എന്ന് പരിശോധിക്കാം. കുട്ടികളെയും ചെറുപ്പക്കാരെയും സാധാരണയായി ബാധിക്കുന്ന രോഗലക്ഷണമാണ് ആബ്സെൻസ് സീഷറുകൾ. രണ്ട് തരമാണിതുള്ളത്. സാധാരണയായ ടിപ്പിക്കൽ ആബ്സെൻസ് സീഷറുകൾ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിൽക്കൂ. ഈ അവസ്ഥ ബാധിക്കുന്ന സമയത്ത് തന്നെ ചുറ്റുമുള്ളതിനെക്കുറിച്ച് ബോധം കുറയുകയും വ്യക്തിയുടെ ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ നേരിയ സെക്കൻഡുകൾക്കകം തന്നെ വീണ്ടും പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്യും. ഒരു അത്ലറ്റ് ആണെങ്കിൽ അവൻ ചെയ്യുന്ന കായിക വിനോദം ഉടൻ തന്നെ ചെയ്യുകയുമാവാം. എന്നാൽ എറ്റിപ്പിക്കൽ സീഷർ എന്ന രണ്ടാമത്തെ രോഗാവസ്ഥ അല്പം ബുദ്ധിമുട്ടേറിയതാണ്. സ്വയം അറിയാതെ ആ വ്യക്തി ശരീരം ചിലപ്പോൾ അനക്കും. മാത്രമല്ല എറ്റിപ്പിക്കൽ സീഷർ കൂടുതൽ സമയം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഒരു ദിവസത്തിനിടെ ആബ്സെൻസ് സീഷറുകൾ ആവർത്തിച്ചാൽ അപസ്മാര ലക്ഷണമാകാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. കായിക രംഗത്തുള്ളവർക്ക് ഹൈപ്പർ വെന്റിലേഷനും ഡീഹൈഡ്രേഷനുമെല്ലാം ഇതിന് കാരണമാവാറുണ്ട്. കൃത്യമായ സമയത്ത് തന്നെ ചികിത്സ ലഭിച്ചാൽ ഈ അവസ്ഥ കാരണം കായിക രംഗത്ത് നിന്ന് മാറേണ്ട സാഹചര്യമൊന്നുമില്ല. ആബ്സെൻസ് സീഷർ രോഗാവസ്ഥയെ വിജയകരമായി തരണം ചെയ്ത കായിക താരങ്ങൾ വേറെയുമുണ്ട്. റഗ്ബി താരം ടോമി ഫ്രീമാന് 14-ാം വയസ്സിലാണ് ആബ്സെൻസ് സീഷറുകൾ ഉണ്ടായത്. പിന്നീട് അപസ്മാരം സ്ഥിരീകരിച്ച ശേഷം നോർത്താംപ്ടണിനും ഇംഗ്ലണ്ടിനും വേണ്ടി കളിച്ചിരുന്നു അദ്ദേഹം. മരുന്ന് കൃത്യമായി കഴിച്ചാണ് അദ്ദേഹം ഈ അവസ്ഥയെ നിയന്ത്രിച്ചിരുന്നത്. അതേസമയം നിരന്തരമായ പരിക്കുകളോടും മറ്റും വെല്ലുവിളിച്ചാണ് മുസിയാല കളിക്കുന്നത്. 23 വയസ്സ് മാത്രം പ്രായമായ മുസിയാലയുടെ കരിയറിൽ ചെറുതും വലുതുമായ നിരവധി പരിക്കുകൾ അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ട്. 2024-25 സീസണിൻ്റെ അവസാനം വലിയ പരിക്കേറ്റ മുസിയാല വിശ്രമത്തിലായിരുന്നു. 9 ദിവസത്തിന് ശേഷം ഗുരുതരമായ അപകടത്തിൽപ്പെട്ടു. റിക്കവറിക്ക് ശേഷം 2 മാസത്തിനകം ഫിഫ ക്ലബ് ലോകകപ്പിൽ കളിക്കാനിറങ്ങി. എന്നാൽ PSG-ക്കെതിരായ ക്വാർട്ടറിൽ വീണ്ടും പരിക്കേറ്റു. കാലൊടിഞ്ഞ താരത്തിൻ്റെ ആംഗിളിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 196 ദിവസമാണ് പരിക്കേറ്റ മുസിയാല പുറത്തിരുന്നത്. ഇക്കഴിഞ്ഞ ലോകകപ്പ് വരെ കാലിൽ മെറ്റൽ പ്ലേറ്റുമായാണ് മുസിയാല കളിച്ചത്. നീണ്ടനാൾ വിശ്രമത്തിന് ശേഷം ലോകകപ്പിൽ 10-ാം നമ്പർ അണിഞ്ഞ് മുസിയാല ജർമ്മനിക്കായി കളിച്ചു. ക്യുറസാവോയെ 7-1 തകർത്ത മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത മുസിയാല 64 മിനിറ്റ് കളിച്ചു, ഒരു ഗോളും നേടി. ലോകകപ്പിന് ശേഷം കാലിലെ മെറ്റൽ പ്ലേറ്റ് മാറ്റിയാണ് പ്രീ സീസൺ മത്സരത്തിനിറങ്ങിയത്. നിരന്തരമുള്ള ഇഞ്ചുറിയും ഫിറ്റ്നസ് പ്രശ്നങ്ങൾക്കും ഇടയിലാണ് ആബ്സെൻസ് സീഷർ കൂടി മുസിയാലയെ പിടികൂടിയത്. നിലവിൽ ബയൺ മ്യൂണിക്കിൽ ഹാരി കെയ്നൊപ്പം ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരമാണ് മുസിയാല. ഫിറ്റ്നസ് പ്രശ്നങ്ങളിൽ ക്ലബിന് ആശങ്കയുണ്ടെങ്കിലും യുവതാരമാണ്, പ്രതിഭയുള്ള താരമാണ്.
സമയം നൽകിയാൽ ഉറപ്പായും നിലവിലെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ മുസിയാലയ്ക്ക് മറികടക്കാനാകുമെന്നാണ് ക്ലബിന്റെ പ്രതീക്ഷ. ജമാൽ മുസിയാലയുടെ ഇത്തരം ഫിറ്റ്നസ് പ്രശ്നങ്ങൾ മുൻനിർത്തി തന്നെയാണ് ബയൺ 43 മില്യൺ പൗണ്ട് നൽകി മൊറോക്കൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇസ്മായിൽ സൈബാരിയെ ഈ സീസണിൽ സ്വന്തമാക്കിയത്.